ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഇറക്കിയ ലക്ഷങ്ങളുടെ നിർമ്മാണ സാമഗ്രികൾ മോഷണം പോകുന്നത് തുടർക്കഥയാവുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നെയ്യാറ്റിൻകരയിലും പാറശാലയിലും റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ സാമഗ്രികൾ മോഷണം പോയി. പാറശാല പശുവക്കിലിൽ പാലം നിർമ്മാണത്തിനായി സൂക്ഷിച്ചിരുന്ന 5 ടൺ സ്റ്റീൽ കമ്പികളും നിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ കട്ട് ചെയ്ത് സൂക്ഷിച്ചിരുന്ന കമ്പികളുമാണ് മോഷണം പോയത്. 3 തവണയായി മോഷണം പോയത് 25 ലക്ഷത്തിന്റെ മെറ്റീരിയൽസ് ആണ്. പരാതി കൊടുത്തിട്ടും യാതൊരു പരിഹാരമില്ലെന്നും പണി മുന്നോട്ട് കൊണ്ടുപോകാൻ നിർവാഹമില്ലെന്നുമാണ് അധികൃതർ പ്രതികരിക്കുന്നത്. അന്ന് ആ ഷട്ടർ വലിയ ഷട്ടറുകളാണ് കൊണ്ടുപോയത്. 5-6 ഷട്ടർ വലുത്, 8-4 ഷട്ടർ. ഇതെല്ലാം കൂടെ അതിൻ്റെ സ്റ്റിഫനർ എല്ലാം കൂടെ 100 കിലോയ്ക്ക് കൂടുതൽ വെയിറ്റ് ഉള്ളതാണ്. അത് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ 3-4 പേര് വളരെ ഗ്യാങ്ങായിട്ട് വണ്ടിയായിട്ട് വന്നാൽ മാത്രമേ എടുത്തുകൊണ്ട് പോകാവുള്ളൂ. അന്ന് ഞങ്ങൾ 6-2 പിന്നെ കുറേ ജാക്കുകളും മറ്റു സാധനങ്ങളും പോയിട്ടുണ്ട്. അന്ന് ഞങ്ങൾ വണ്ടിയിൽ ഇതിനെപ്പറ്റി പോലീസിൽ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് അത് ഒപ്പിട്ട് അതിൻ്റെ റെസിപ്റ്റ് ഒപ്പിട്ട് തരാൻ പോലും അവർ തയ്യാറായില്ല. അതിൻ്റെ കൊടുത്ത ആളുടെ അടുത്ത് പറഞ്ഞത് CI വരട്ടെ, അതിനുശേഷം ഒപ്പിട്ട് തരാമെന്നാണ്. അങ്ങനെ ഞങ്ങളൊരു പരാതി അവിടെ കൊടുത്തിട്ട് വരികയാണുണ്ടായത്. അതിനുശേഷം വീണ്ടും 25-2 ഈ അമരവിള ഭാഗത്തു നിന്ന് തന്നെ, 25-2 ഞങ്ങൾ കണ്ടത്, 24 രാത്രി ആയിരിക്കും. അമരവിള ഭാഗത്തു നിന്ന് തന്നെ വീണ്ടും ഞങ്ങളൊരു സബ് കോൺട്രാക്ടർ ഒരുപാട് ഷട്ടറിങ് മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോവുകയുണ്ടായി. കമ്പികളും അതിൻ്റെ കൂടെ പോയിട്ടുണ്ടാവും. ഒരുപാട് എണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അന്ന് അസസ് ചെയ്യാൻ പറ്റിയില്ല. അതിനൊരു പരാതി ഞങ്ങൾ അമരവിള നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവരതിന് കൃത്യമായിട്ട് റെസിപ്റ്റ് വന്നു. പക്ഷേ ഇതുവരെ പോലീസുകാർ ആ സൈറ്റിൽ വരികയോ എന്താണെന്ന് അന്വേഷിക്കുകയോ ഒരു തുറന്നന്വേഷണം നടത്തിയായിട്ട് യാതൊരു വിവരവും ഞങ്ങൾക്കില്ല. കഴിഞ്ഞ മാസം നെയ്യാറ്റിൻകരയിലും അമരവിളയിലും സമാന രീതിയിൽ മോഷണം നടത്തിയിരുന്നു. നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. തിങ്കളാഴ്ച അതിരാവിലെയാണ് പശുവക്കിലിൽ നിന്നും മോഷണം പോയത്. രാവിലെ എത്തിയ നിർമ്മാണ തൊഴിലാളികൾക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് നിരവധി സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന കമ്പികൾ മോഷണം പോയതായി കണ്ടത്. CCTV ദൃശ്യത്തിൽ ബൊലോറോ വാഹനത്തിലാണ് സ്റ്റീൽ കമ്പികൾ കൊണ്ടുപോയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയത് മാത്രമാണ് CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇടറോഡുകളിലൂടെയാണ് കൊണ്ടുപോയിട്ടുള്ളത്. 5 പേർ ഒരുമിച്ച് തൂക്കിയാൽ പൊങ്ങാവുന്ന രീതിയിലുള്ള കമ്പികളാണ് അധികവും മോഷണം പോയത്. കൂടാതെ കഴിഞ്ഞ മാസം തിരുവല്ലയിൽ റെയിൽവേ പാളങ്ങളുടെ സാമഗ്രികൾ മോഷണം നടത്തിയവർ പിടിയിലായിരുന്നു. തിരുവല്ല പോലീസ് സ്റ്റേഷന് സമീപം 6 റെയിൽവേ പാളത്തുണ്ടുകളും 11 ഫിഷ് പ്ലേറ്റുകളും മിനി ലോറിയിൽ കടത്തിയ 3 അന്യസംസ്ഥാന മോഷ്ടാക്കളെയും വാഹനവുമാണ് റെയിൽവേ സർക്കിൾ ഇൻസ്പെക്ടർ AV വേണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രാത്രികാല പെട്രോളിംഗ് ഏർപ്പെട്ടിരുന്ന റെയിൽവേ പോലീസ് സംഘം തിരുവല്ല റെയിൽവേ സ്റ്റേഷന് സമീപം സംശയം തോന്നി മിനി ലോറി തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പാളങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 11 ഫിഷ് പ്ലേറ്റുകളും തുണ്ട് പാളങ്ങളും കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടെത്തിയത്. തിരുവല്ലയിലും പരിസര പ്രദേശങ്ങളിലും രാത്രികാലങ്ങളിൽ വണ്ടിയിൽ കറങ്ങി നടന്ന് മോഷണം നടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഇവർ. റെയിൽവേ കേബിളുകളും BSNL കേബിളുകളും മറിച്ച് കടത്താറുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.